ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് 3-ാം തീയതി രാവിലെ ഉള്ളൊരു വീഡിയോ ആട്ടോ ഇത്. ഇന്നാണ് എൻ്റെ തനുക്കുട്ടിയുടെ അപ്പൂസിൻ്റെ സ്കൂൾ തുറക്കുന്ന ദിവസം കേട്ടോ. അപ്പോൾ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്, രാവിലെ എണീപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഉറക്കക്ഷീണമൊന്നും അങ്ങ് വിട്ട് മാറിയിട്ടില്ല. അപ്പുകൂട്ടൻ വീണ്ടും ഉറങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ ഇതാ അവർ എണീറ്റു. അപ്പോൾ ഇന്ന് സ്കൂളിൽ പോകണ്ടേന്നൊക്കെ ചോദിച്ചപ്പോൾ ഉഷാറായിട്ടോ. അപ്പോൾ തലേദിവസം തന്നെ അവരുടെ ബാഗ്, ചെരുപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തനിക്കുട്ടിയും അപ്പൂസും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യണ പരിപാടി ഇതാണ് കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം എടുക്കും, എന്നിട്ട് അത് ചൂടാക്കിയിട്ട് ഒന്ന് കുടിക്കും കേട്ടോ. വെറും വയറ്റിൽ കുടിക്കുക. അപ്പോൾ കുട്ടികൾക്ക് രാവിലത്തെ ബാത്റൂമിൽ പോകാനൊക്കെ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. പിന്നെ ഇതാ വന്ന് ബ്രഷ് ചെയ്തു. ഇനി നേരെ രണ്ടാളും പോയിട്ട് ഫ്രഷായി കുളിച്ച് ഇതാ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. ഈ സമയമൊക്കെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നല്ല അടിപൊളി മഴയാണ് പെയ്യണത്. ഭയങ്കര, കാരണം രാവിലെ ഈ സ്കൂൾ തുറക്കാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ രാവിലെ മഴ കാണുമ്പോഴാണ് സ്കൂൾ തുറന്നു എന്നുള്ള ഒരു ഇതൊക്കെ നമുക്ക് ഫീൽ കിട്ടുന്നത്. അങ്ങനെ പിന്നെ അവർക്ക് വേണ്ട കുപ്പിയിലുള്ള വെള്ളമൊക്കെ നിറച്ച്, കാരണം സ്നാക്സും വെള്ളം മാത്രമായിട്ടൊന്ന് കൊണ്ടുപോയിട്ടുള്ളൂ. പിന്നെ ഞാൻ രാവിലെ ഒന്ന് ഇതിനിടയിലൊന്ന് അമ്പലത്തിൽ പോയി, കാരണം അവരെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കാരണം നേരത്തെ എത്തേണ്ടതായിരുന്നു കുട്ടികൾക്ക്. അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോയിനിടയിൽ. ആ സമയത്ത് പിന്നെ ഏട്ടനും കുട്ടികളും കൂടി റെഡി ആയിട്ട് ഇത് ഇറങ്ങാം കേട്ടോ. ഇവർ പോകുന്ന സമയത്ത് നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ, ഒന്ന് രാവിലെ തന്നെ. അങ്ങനെ ഇതാ കാറെടുത്തു, അങ്ങനെ വണ്ടിയിലൊക്കെ കയറി അവരിന് പോവാണ്. ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക്. അപ്പോൾ ഇപ്രാവശ്യം പറഞ്ഞില്ല, പുതിയ സ്കൂളിലാണ് നമ്മൾ കുട്ടികളെ ചേർത്തിരിക്കുന്നത്. എക്സൽ നോളജ് ഇൻ്റർനാഷണൽ സ്കൂളാണ് കുരുവമ്പലത്തുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകട്ടെ. അപ്പോൾ പോകുന്ന വഴിക്ക്, സ്കൂളിലോട്ട് പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. കാരണം ഒരു വലിയൊരു കുന്നിൻ്റെ ഏറ്റവും മുകളിലാണ് ആ സ്കൂളുള്ളത്. അങ്ങനെ സ്കൂളിൻ്റെ അങ്ങോട്ടുള്ള വഴിയുടെ അവിടെ എത്തിയിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ സ്കൂളിൽ കുട്ടികളെ ചേർക്കാൻ വേണ്ടി പോയ സമയത്തൊക്കെ നല്ല അടിപൊളി റൂട്ടായിരുന്നു അങ്ങോട്ട്. കാരണം ഒന്നാമത് കുന്നേരിയാണ്. അപ്പോൾ ഇരുവശത്ത് നല്ല റബ്ബറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് മഴയും കൂടി പെയ്തിരിക്കുന്നതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ അതാ സ്കൂളെത്തി. പുതിയ സ്കൂളാണ്. അപ്പോൾ ഇതാ എല്ലാവരും ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ 9 മണിക്കായിരുന്നു കേട്ടോ എത്താൻ പറഞ്ഞത്. നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിരുന്നു. നമ്മുടെ റിയാസിൻ്റെ റുബിയുടെ കുട്ടീനെ ഇവിടെ തന്നെ കേട്ടോ ചേർത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും സ്കൂളിൽ കറക്റ്റ് സമയത്തിന് എത്തി. സ്കൂളിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടുത്തെ അന്നത്തെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. കുറേ ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കണ്ടോ, എല്ലാ കുട്ടികളും നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. ഇതാട്ടോ ഇനാഗ്രേഷൻ നടക്കാൻ പോകുന്ന ഹാള്. അടിപൊളിയല്ലേ? എല്ലാ രീതിയിലുള്ള സെറ്റപ്പും ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ. അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് ഉള്ളിൽ കയറി ഇരിക്കുകയാണ്. റുബി റിയാസും എത്തിയത് കണ്ടായി. നമ്മുടെ ഇഷമോളാണ് ഇന്നത്തെ മെയിൻ താരം. കാരണം അവളുടെ ഫസ്റ്റ് ഡേ ആണ് സ്കൂളിലെ. കണ്ടോ, കുട്ടി നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അവിടെ പുതിയ ബാഗും ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാതും എടുത്ത് കാണിക്കുകയായിരുന്നു. അങ്ങനെ അവൾ ഭയങ്കര ഹാപ്പി മൂഡിലായിരുന്നു അവൾ നിന്നിരുന്നത്. ഇനി ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കും. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അവൾക്ക്. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ചെറിയ രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, കാരണം ഇഷമോളെ കുറിച്ചിട്ട്. കാരണം ഒന്നാമത്തെ കാര്യം അവളുടെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ കരയോ എന്തൊക്കെയാണ് ഉണ്ടാകും പോണെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ അവൾ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. നല്ല ഹാപ്പി ആയിരുന്നു. എല്ലാവരേക്കാളും ഹാപ്പി ഇഷമോളായിരുന്നു എന്ന് പറയാം കേട്ടോ. കാരണം പിന്നെ ഇതാ തനുവിൻ്റെ ബാഗൊക്കെ നോക്കി അതിൻ്റെ ഉള്ള ഓരോ പപ്പീസിനൊക്കെ നോക്കി നിൽക്കുകയാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് സൂപ്പറല്ലേ? പിന്നെ ഒരിടത്ത് ഒതുങ്ങിയിരിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഡയറി തന്നെ ഇല്ല കേട്ടോ. കണ്ടോ, ഓരോ കാര്യങ്ങളിങ്ങനെ കാണിച്ചിട്ടും തോണ്ടിയിട്ടും പറഞ്ഞിട്ടും കളിച്ചിട്ടൊക്കെയാണ് അവൾ ഇരിക്കുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് സമാധാനമായിട്ടോ. ഇത് കാണുന്ന കുട്ടി എൻ്റെ അപ്പൂസിൻ്റെ ഫ്രണ്ടാണ്, സയാനാണ്. അവൻ്റെ നേരത്തെ സ്കൂളിലുണ്ടായിരുന്ന ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇനാഗ്രേഷൻ ഫംഗ്ഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇതാട്ടോ നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പിള്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ക്ലാസ് മുറിയിലോട്ടൊക്കെ വന്നു. അപ്പോൾ നേരത്തെ പഠിച്ച സ്കൂളിൽ സാധാരണ ബെഞ്ചും ഡെസ്ക് പോലത്തെയൊക്കെ അറേഞ്ച്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ കുട്ടികളൊക്കെ അത് കണ്ട് ഒരു ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി ഇരിക്കുക കേട്ടോ. പിന്നെ ഓരോ ക്ലാസ് മുറിയിൽ ഇതേപോലെയുള്ള വലിയ വലിയ ടി വികളും ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിലുപരി നമ്മുടെ സ്കൂളിൽ നിന്ന് പുറത്ത് നോക്കുമ്പോൾ നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ നല്ലൊരു ഫ്രഷ് എയറും ആയിരുന്നു. കുട്ടികളെ നമ്മൾ ഓരോ സ്കൂളും ചേർക്കാൻ ചെല്ലുമ്പോൾ കുട്ടികളെ പോലെ തന്നെ നമുക്കും പാരൻസിനും ഒരു ആകാംക്ഷ ഉണ്ടാവും, എങ്ങനെ ആയിരിക്കും എന്നല്ലേ. പക്ഷെ നമുക്ക് അവിടെ ചെന്നപ്പോൾ നല്ലൊരു അനുഭൂതിയായിരുന്നു കേട്ടോ. കാരണം അവിടുത്തെ പ്രിൻസിപ്പളാണെങ്കിലും സ്റ്റാഫുകളാണെങ്കിലും നല്ല രീതിയിലുള്ളൊരു ബിഹേവിയർ ആയിരുന്നു നമ്മളോട്, എല്ലാ പാരൻസിനോടും കേട്ടോ. നല്ലൊരു അറ്റാച്ച്മെൻ്റ് ആയിട്ട് തോന്നി നമുക്കത്. പിന്നെ നമ്മുടെ ഇഷമോളുടെ ക്ലാസ് മുറി കാണാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ പോയത്. അവിടെ ഇതേപോലെ കുറേ ടോയ്സും ക്ലേയും പസിൽസും ഒക്കെ ഉണ്ടായിരുന്നു. അവളൊക്കെ കണ്ടിട്ട് ആകെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ അവളുടെ ക്ലാസ് മുറിയിൽ ഓരോ ചെറിയ ചെറിയ കസേരയിലൊക്കെ ഇരുന്ന് അവളിങ്ങനെ ഓരോ കുറുമ്പും കാണിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒതുങ്ങി ഇരിക്കുക എന്ന് പറഞ്ഞില്ല. പിന്നെ അതിന് ശേഷം കുട്ടികൾക്ക് ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്കും ഇതേപോലത്തെ എന്താ പറയുക ഇതിന്, നമുക്ക് സാൻഡ്വിച്ചല്ലേ, സാൻഡ്വിച്ചൊക്കെ കിട്ടിയിരുന്നു. പിന്നെ അതാ അപ്പൂസിൻ്റെയും ലിയമോളുടെയും സയാൻ്റെയൊക്കെ ക്ലാസ് റൂമാണിത്. ഇവിടെയും തനുവിൻ്റെ ക്ലാസ് മുറിയിലെ തന്നെ ഡെസ്കും ബെഞ്ചുകളാണ് കേട്ടോ. ഇതാ തനുക്കുട്ടി ഇരിക്കുന്നു.
തനുവിൻ്റെ ഒപ്പം നേരത്തെ സ്കൂളിൽ റബി എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് കുറച്ച് നേരം ടി വിയിലൊക്കെ കുറച്ച് കാര്യങ്ങളും പാട്ടും ഓരോ കഥകളൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം അവനെ ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് 12 മണി ഏകദേശം ആയപ്പോൾ ക്ലാസ് അവർ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എന്ന് പറയണത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.